आज का जो हमारा टॉपिक है कर्मयोगी फरिश्ता जीवन. ഇന്നത്തെ നമ്മുടെ വിഷയം കർമ്മയോഗി ഫരിസ്ത ജീവിതം എന്നുള്ളതാണ്. एक होता है योग करना, ഒന്ന് യോഗം ചെയ്യുക എന്നുള്ളതുണ്ട്. और दूसरा है कर्मयोगी जीवन. രണ്ടാമത്തേത് കർമ്മയോഗി ജീവിതം. दुनिया में कहा जाता है, जब कर्म योग की बात आती है, दुनिया में कहा जाता है कर्म ही योग है. കർമ്മയോഗത്തിനെ കുറിച്ച് ലോകത്തിലുള്ളവരുടെ അഭിപ്രായം കർമ്മം തന്നെയാണ് യോഗം എന്നുള്ളതാണ്. लेकिन एक्चुअल में उसका मीनिंग वो नहीं है. असली में क्या है, कर्म करते हुए कैसे हम योग युक्त रहे. എന്നാൽ ശരിക്കും അതിന്റെ അർത്ഥം അതല്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കർമ്മം ചെയ്തുകൊണ്ടും നമ്മൾ ബാബ തരുന്ന സ്വമാനത്തിനെ ഓർമ്മിക്കുക എന്ന് പറയുന്നതും ബാബയെ ഓർമ്മിക്കുക തന്നെയാണ്. അത് കർമ്മയോഗമാണ്. जैसे आज की मुरली में से कोई पॉइंट सुनाएंगे आप? आज की मुरली किस किसने सुनी अच्छे से? ഇന്നത്തെ മുരളി നല്ലതുപോലെ കേട്ടവരാരൊക്കെയാ? കൈവക്കിയേ, എല്ലാരും കൈവക്കിയേ. ഇനി അതിൽ നിന്ന് ഏതെങ്കിലും പോയിന്റ്സ് കേൾപ്പിക്കാമോ എന്നാണ് ഭായിജി ചോദിക്കുന്നത്. कोई भी पॉइंट सुनाए ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് जो हिंदी बोल सकते हैं, यहाँ एक वो सुनाए, और जो एक हिंदी नहीं बोल सकते वो सुनाए. ഒരാൾ ഹിന്ദി അറിയാവുന്ന ഒരാൾ ഒരു പോയിന്റ് പറയണം, ഹിന്ദി അറിഞ്ഞുകൂടാത്തവരെ ഒരു പോയിന്റ് പറയണം. भाइयों में ബ്രദേഴ്സ് എന്നൊരു പോയിന്റ് പറഞ്ഞേ പെട്ടെന്ന്. बिना देखे, पीछे से नहीं देखना है. വിനീത് ഭായി പറയണം. नीचे नहीं, ऊपर. यहाँ देखिए, सभी इधर देखिए. എല്ലാരും ഫ്രണ്ടിലേക്ക് നോക്കിയ, ബുക്കിലേക്കല്ല നോക്കേണ്ടത്, ഫ്രണ്ടിലോട്ട് നോക്കി. बिना डायरी में देखे, ഡയറിയിൽ നോക്കാതെ. വിനീത് ഭായി പെട്ടെന്ന് പറയൂ. सॉरी. हाँ, बाबा ने आज टाइटल में कहा संतुष्ट रहना है और सबको संतुष्ट करना है. ഇന്നത്തെ ടൈറ്റിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ബ്രദർ സിസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് ബുക്ക് നോക്കാതെ ഒരാൾ പെട്ടെന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ മതി. പറയൂ. मतलब दुख देना भी नहीं है, दुख लेना भी नहीं है, ऐसा? यही ജി समझ गया मैं. സേവനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സേവ മന ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. हाँ, चैरिटी बिगिंस एट होम. वेरी गुड. दुख देना भी नहीं है, आज बाबा ने कहा, और दुख लेना भी नहीं है. ദുഃഖം കൊടുക്കാനും പാടില്ല, ദുഃഖം എടുക്കാനും പാടില്ല. ഇന്ന് ബാബ മുരളിയിൽ അങ്ങനെ പറഞ്ഞായിരുന്നു. क्योंकि कई बार हम दुख देते तो नहीं है, हमने ये पूरा प्रैक्टिस किया सब कुछ, लेकिन कई बार हम दुख ले लेते हैं सामने वाले से. നമ്മൾ ചിലപ്പം ആർക്കും ദുഃഖം കൊടുക്കാറില്ല, നമ്മളത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. പക്ഷെ ഇടയ്ക്ക് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ദുഃഖം എടുക്കാറുണ്ട്. जब हमें कोई क्रिटिसाइज करता है, हमारे बारे में नेगेटिव बोलता है, हमें हमारी इंसल्ट करता है, किसी के सामने हमारे बारे में गलत बोलता है ना, तो हम कहते हैं कि इसने मुझे दुख दिया. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തെന്ന് വെച്ചോളൂ, നമ്മൾ ആരെങ്കിലും കുറ്റം പറയാണ്, നമ്മൾ ആരെങ്കിലും ചീത്ത പറയാണ്, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാണെന്ന് വെച്ചോളൂ. അപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മൾക്ക് അത് ദുഃഖം തോന്നി, നമുക്ക് ദുഃഖമായി എന്ന് പറയാറുണ്ട്. तो जैसे आज बाबा ने कहा, कोई आपको दुख दे, आपको दुख लेना. कोई आपको दुख दे, लेकिन आपको दुख लेना नहीं है. कैसे करेंगे वो? बाबा ने कहा, दूसरों को स्वमान की दृष्टि से देखना है. वो कमजोर है इस समय, उसका संस्कार कमजोर है, परवश है, लेकिन हमें सामने वाले के ओरिजिनल स्वरूप को देखना है. അതായത് ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞില്ല, ഇപ്പൊ ആരെങ്കിലും നിങ്ങൾക്ക് ദുഃഖം തരികയാണെന്ന് വെച്ചോളൂ, പക്ഷെ നിങ്ങൾ ഒരിക്കലും അവരുടെ ദുഃഖം എടുക്കാൻ പാടില്ല. നിങ്ങൾ അവരെ എങ്ങനെ നോക്കണം? സ്വമാനത്തിന്റെ ദൃഷ്ടിയിൽ നോക്കണം. കാരണം ആ ആത്മാവ് ഈ സമയത്ത് ദുർബലതയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം അവർ ആ ദുർബലതയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ എങ്ങനെ നോക്കണം? അവരുടെ ദുർബലത എടുക്കാൻ പാടില്ല, നമ്മൾ അവരെ സ്വമാനത്തിൽ നോക്കണം. और जैसे आज बाबा ने कहा, सामने वाले को दो नजरों से देखना है. पहला आत्मिक दृष्टि, एंड सेकंड. ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞു, മുമ്പിലുള്ളവരെ രണ്ട് ദൃഷ്ടിയിൽ കാണണം. ഒന്ന് ആത്മീയ ദൃഷ്ടി, പിന്നെ ഒന്ന് सेकंड फरिश्ता स्वरूप. രണ്ടാമത്തത് ഫരിസ്ത സ്വരൂപം. സെക്കൻഡ് പോയിന്റ് ഫരിസ്ത സ്വരൂപം. तो आज पूरे दिन भर में जब हम यहाँ पर हैं, जब भी एक दूसरे को देखेंगे, हमें दो स्वरूप में देखना है, स्वयं को भी और सामने वाले को भी. आत्मिक दृष्टि से, जैसे मैं आपको देख रहा हूं तो आप एक आत्मा है, या मैं आपको देख रहा हूं आप एक आत्मा है, या आत्मिक स्वरूप से देखना है. और सेकंड फरिश्ता स्वरूप से देखना है.
അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഇവിടുന്ന് പോകുന്നവരെയും നമ്മൾ പരസ്പരം കാണുമ്പോൾ ഈ കാര്യം പ്രാക്ടീസ് ചെയ്യണം. ഒന്ന്, നമ്മൾ ആത്മീയ സ്വരൂപത്തിൽ നോക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളെ നോക്കുകയാണ്, നിങ്ങളൊരു ആത്മാവാണ്, അങ്ങനെ നോക്കണം. അപ്പം നിങ്ങളും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ആത്മാവാണ്, അത് ഫസ്റ്റ്. സെക്കൻഡ് ഫരിസ്തയാണ്, അങ്ങനെ കാണണം. സ്വയവും കാണണം, മറ്റുള്ളവരെയും കാണണം. और जैसे आज बाबा ने कहा कि सामने वाला फरिश्ता, कई बार कई लोग क्या सोचते हैं सामने वाला तो फरिश्ता बना ही नहीं है अभी, लेकिन फिर भी हमें सामने वाले को उसके संपूर्ण फरिश्ते स्वरूप में देखना है. അതേപോലെ ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞു, ചിലരിങ്ങനെ ചിന്തിക്കും, അയ്യോ എൻ്റെ മുമ്പിലിരിക്കുന്ന ആള് ഫരിസ്ത ആയില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ നോക്കും? അങ്ങനെയല്ല, നമ്മുടെ മുമ്പിൽ ആര് വന്നാലും നമ്മൾ അവരെ സമ്പൂർണ്ണ ഫരിസ്ത രൂപത്തിൽ കാണണം. और बाबा ने एक आज कहा कि तुम सब लकी हो, है ना? क्यों? दुनिया जिसको ढूंढ रही है वो हमें मिला है. അതേപോലെ ബാബ ഇന്ന് മുരളിയിൽ പറഞ്ഞു, നിങ്ങളെല്ലാം വളരെ ഭാഗ്യശാലികളാണ്. എന്തുകൊണ്ടാ? കാരണം ലോകം മുഴുവൻ ആരെയാണോ അന്വേഷിച്ച് നടക്കുന്നത് ആ ആളിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. बाबा ने आज कहा इस नशे में रहना है कि परमात्मा पालना में हम पल रहे हैं. അതേപോലെ ബാബ പറഞ്ഞു, നമ്മൾ സദാ ഈ ലഹരിയിലിരിക്കണം, ഞാൻ പരമാത്മാ പാലനയിൽ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. आप में से किस किस को लगता है कि हम परमात्मा पालना में पल रहे हैं? हाथ खड़ा നിങ്ങൾക്ക് करें. ആർക്കൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് പരമാത്മാ പാലന കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്? അവർ കൈ ഉയർത്തിയേ. लगता है सभी को? एक बार बोलिए, खुशी से बोलिए. എല്ലാരും ഒരു പ്രാവശ്യം സന്തോഷത്തോടെ ഇങ്ങനെ പറയണം. ഈ പറയുന്നത് ഏറ്റു പറയണേ. मैं परमात्मा पालना में पलने वाली आत्मा हूँ. ഇങ്ങനെ തന്നെ പറഞ്ഞേ, मैं परमात्मा पालना में पलने वाली आत्मा हूँ. मैं खुश नसीब हूँ. मैं खुश नसीब हूँ. ഞാൻ ഭാഗ്യശാലിയാണ്. दोनों हाथ ऐसे രണ്ട് കൈകൾ ഇതാ ഇങ്ങനെ ഉയർത്തിയേ. ഈ ഭായിജി പറയുന്ന പോലെ ചെയ്ത് लगना नहीं चाहिए. പരസ്പരം തട്ടരുത്, തട്ടാതെ ഉയർത്തണം. आंखें बंद करके मैं संतुष्ट मणि हूँ. കണ്ണടച്ച് പറഞ്ഞ് ഞാൻ സന്തുഷ്ടമണിയാണ്. मैं खुश नसीब हूँ. ഞാൻ സൗഭാഗ്യശാലിയാണ്. ഉച്ചത്തിൽ പറയണേ. बाबा मेरे साथ है. ബാബാ മേരെ സാത്ത് ഹേ. ഉച്ചത്തിൽ പറഞ്ഞേ. बाबा मुझसे बहुत प्यार करता है. ബാബ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. मैं खुशी से भरपूर हूँ. ഞാൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉച്ചത്തിൽ പറയണ എല്ലാരും. ठीक है, हाथ नीचे कर सकते हैं. ഓക്കെ, കൈ താഴ്ത്താവേ. तो जैसे आज की मुरली हमने सुनी और फिर पूरे दिन भर बार बार अगर हम स्मृति में लेकर आते हैं कि मैं परमात्मा पालना में पल रही हूँ, बाबा का राजा बच्चा हूँ, राज दुलारा बच्चा हूँ, तो बाबा को याद करना या बाबा के ज्ञान को याद करना दोनों एक ही चीज है. അപ്പൊ നമ്മൾ ഇന്ന് മുരളി കേട്ടു രാവിലെ. അത് കഴിഞ്ഞ് നമ്മൾ മുഴുവൻ ദിവസവും ഈ പോയിന്റ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ പരമാത്മാ പാലനയിലിരിക്കുന്ന കുട്ടിയാണ്, ഞാൻ ബാബയുടെ രാജാ കുട്ടിയാണ്, ഞാൻ ബാബയുടെ രാജദുലാറാണ്. അപ്പം അങ്ങനെ നമ്മൾ ബാബയുടെ ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് ഓർമ്മിക്കുന്നതും ബാബയെ ഓർമ്മിക്കുന്നതും രണ്ടും ഓർമ്മിക്കുക, ബാബയെ ഓർമ്മിക്കുന്നതിന് തുല്യമാണ്. तो जैसे आज का जो हमने टॉपिक कहा कर्म योगी फरिश्ता जीवन, तो फरिश्ता की डेफिनेशन अगर बतानी हो या उसके लक्षण हो, फरिश्ता के लक्षण, तो आप में से शेयर करिए, एक एक पॉइंट शेयर करिए कि फरिश्ता अर्थात क्या. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കർമ്മയോഗി ഫരിസ്ത ജീവൻ എന്നുള്ളതാണ്. അപ്പം അതിൽ ഫരിസ്ത ആ വിഷയം എടുക്കാം. അപ്പോൾ ഫരിസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ് അറിയാം അത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഫരിസ്ത എന്ന് വെച്ചാൽ ഇതാണ്, ഫരിസ്ത എന്ന് വെച്ചാൽ ഇതാണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഓരോ പോയിന്റായിട്ട് നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരുന്നോ അത് ഷെയർ ചെയ്യണം. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. एक ब्रदर से एक सिस्टर से, ठीक है? सिस्टर से शुरू करते हैं. ഒരു പോയിന്റ് आपने बोल दिया था ना? हाँ, आप बताइए. सेकंड, फरिश्ता अर्थात क्या? यू कैन सिट एंड टेल. सॉरी, फरिश्ता डिटैच फ्रॉम द वर्ल्ड. हाँ, डिटैच फ्रॉम द वर्ल्ड. दुनिया से साक्षी, दुनिया से डिटैच. वेरी गुड. നല്ല പോയിന്റ് ആണ് പറഞ്ഞത്. ലോകത്തിൽ നിന്ന് വേറിട്ടിരിക്കുക, അതാണ് ഫരിസ്ത. നല്ല പോയിന്റ് ആണ്. ഇനി ബ്രദേഴ്സിന്റെ हाँ, ब्रदर्स में तब तक आप सोच लीजिए. അപ്പോഴേക്കും നിങ്ങൾ ഇനി അടുത്ത यू हैव टाइम. हाँ ब्रदर, सेकेंड बैठ के बताइए आराम से. पीस एंड साइलेंस. वेरी गुड. पीछे से बोल रहे थे कोई? सॉरी, डबल लाइट.
डबल लाइट, यस. Yes. बाबा ऑलवेज से फरिश्ता अर्थात डबल लाइट. डबल लाइट मीन्स ഡബിൾ ലൈറ്റ് double എന്ന് light പറഞ്ഞാൽ means അർത്ഥം എന്താ? one is this light and second is mind is light, है ना. aura plus mind should be light. हल्का जीवन. ओके, या. ഡബിൾ ലൈറ്റിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ആ രണ്ട് ലൈറ്റ് ഏതൊക്കെയാണെന്ന്. ഒന്ന് ആത്മജ്യോതി, രണ്ട് നമ്മുടെ ഓറ ലൈറ്റ്, ഹൽക്ക ഭാരം ഇല്ലാത്ത അവസ്ഥ. ഇനി നിങ്ങൾ പറയൂ. फरिश्ता माना दूसरों को मनसा सेवा का सहयोग देने वाला. यस, फरिश्ता अर्थात दूसरों को मनसा सेवा का सहयोग देने वाला. ഫരിസ്ത എന്ന് വെച്ചാൽ അർത്ഥം മറ്റുള്ളവർക്ക് മനസാ സേവനം സഹയോഗം കൊടുക്കുന്നവരാണ്, ശാന്തി കൊടുക്കുന്നവരാണ്. ശാന്തി, ഖുഷി, പ്രേം, ആനന്ദ്, है ना. ശാന്തി, സന്തോഷം, സ്നേഹം, ആനന്ദം അതൊക്കെ കൊടുക്കുന്നവരാണ്. നിങ്ങൾ ചിന്തിക്കണേ, പോയിന്റ്സ് ചിന്തിക്കണേ. हाँ, कर्म करते हुए कर्म के बंधन से न्यारे और बाबा के प्यारे. കർമ്മം ചെയ്തുകൊണ്ട് കർമ്മബന്ധനത്തിൽ നിന്ന് വേറിട്ട് ബാബയ്ക്ക് പ്രിയപ്പെട്ട് ഇരിക്കുന്നവരെയാണ് ഫരിസ്ത എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പറയണം പോയിന്റ്സ്. क्योंकि थोड़े दिन पहले एक स्लोगन में भी आया था, आपको याद होगा, कमल पुष्प समान न्यारे और बाप के प्यारे रहना. കുറച്ചു ദിവസം മുമ്പ് മുരളിയില് ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്ലോഗനില്, കമല പുഷ്പത്തിന് താമരപ്പൂവിന് സമാനം വേറിട്ടിരുന്നുകൊണ്ട് ബാബയ്ക്ക് പ്രിയപ്പെട്ടായിരിക്കും അവരാണ് ഫരിസ്ത. क्योंकि जब भी कमल नाम से आता है तो मेरे पास कई लोगों के मैसेज आते हैं. കാരണം മുരളിയിൽ बाबा ने കമൽ आपको याद किया എന്ന് പറയുമ്പോൾ ആളുകള് ഭായിക്ക് മെസ്സേജ് അയക്കും, ഇന്ന് മുരളിയിൽ ബാബ താങ്കളെ ഓർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട്. तो हमें भी क्या रहना है, न्यारा एंड प्यारा. അപ്പൊ നമ്മളും എങ്ങനെ ഇരിക്കേണ്ടത്, വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കണം. एंड फरिश्ता, और एक और बताएंगे कोई. फरिश्ता ഒരു अर्थात പോയിന്റ് കൂടെ പറഞ്ഞേ. ഫരിസ്ത എന്ന് വെച്ചാൽ അർത്ഥം दूसरों को मनोकामना पूर्ण करने वाले. दूसरों की मनोकामना पूर्ण करने वाले. यस. और यू आर सेइंग सबको मैसेज देने वाला. हाँ, सबको मैसेज देने वाला, है ना. मैसेज दिया और फिर न्यारा हो गया. प्यार से मैसेज दिया और फिर डिटैच. മറ്റുള്ളവർക്ക് സ്നേഹത്തോടെ സന്ദേശം കൊടുത്തു, പിന്നെ അവിടുന്ന് വേറിട്ടു. हाँ, एक और बताएंगे ब्रदर्स में से कोई. ബ്രദേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒന്നുകൂടെ പറയാവോ. फरिश्ता अर्थात आप बताओ. ये बैठे हैं सामने छोटे छोटे फरिश्ते. ഹെൽപ്പ് ചെയ്യൂ നിങ്ങളും കൂടി ഫരിസ്ത പറയാൻ. ആരെങ്കിലും പറയൂ. अभी डिस्कशन चल रहा है थोड़ा. ए साक्षात्कार मूर्ति. उधर से आ रहा है मैसेज, तो उधर से उधर जा रहा है, उधर से उधर. ठीक है. और सिंपल करते हैं इसको थोड़ा. फरिश्ता अर्थात हर्षित मुख चेहरा. ഫരിസ്ത അർത്ഥം സദാ പുഞ്ചിരിയോട് കൂടിയുള്ള മുഖമുള്ളവർ. कर्म योगी फरिश्ता हम कर रहे हैं ना. फरिश्ता अर्थात हर्षित मुख चेहरा. ഫരിസ്ത അർത്ഥം ഹർഷിത മുഖമായ മുഖം ഉള്ളവര്. നമ്മള് കർമ്മയോഗി ഫരിസ്തയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. सेकंड, अभी शुरू से करते हैं. सिंपल सिंपल हम करते हैं जो हम जीवन में लेकर आ सकते हैं. നമ്മൾ സിമ്പിൾ പോയിന്റ്സ് ആണ് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വിഷ്വലൈസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോവാമേ. सो फर्स्ट इज हर्षित मुख चेहरा. ഫസ്റ്റ് പോയിന്റ് ആണ് ഹർഷിത മുഖമുള്ള, ഹർഷിത മുഖത, അത് തന്നെയാണ്. सेकंड निश्चिंत जीवन. സെക്കൻഡ് പോയിന്റ് നിശ്ചിന്ത ജീവിതം. നിശ്ചിന്ത ജീവിതം. निश्चिंत, नो टेंशन, नो स्ट्रेस. നോ ടെൻഷൻ, നോ സ്ട്രെസ്. क्योंकि आज के जीवन में बहुत ज्यादा टेंशन है, बहुत ज्यादा स्ट्रेस है. ഇന്നത്തെ കാലത്ത് ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ് കൂടുതലാണ്. फ्यूचर की चिंता, क्या होगा, कैसे होगा, कहीं ऐसे ना हो जाए, कहीं वैसे ना हो जाए. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, എന്താകും, എങ്ങനെയാകും, അങ്ങനെ ആവരുതേ, ഇങ്ങനെ ആവരുതേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമല്ലോ ഇന്നത്തെ കാലത്ത്. और कई बार क्या होता है, दुनिया की टेंशन नहीं होती, स्पिरिचुअल टेंशन हो जाती है. ചിലപ്പോൾ എന്താണെന്നറിയാം, ലോകത്തിനെ കുറിച്ച് ചിന്തയൊന്നുമില്ല, പക്ഷെ ആത്മീയ ടെൻഷൻ വരാറുണ്ട്. कि पुरुषार्थ में क्या करना है, क्या नहीं करना है, पता नहीं आगे क्या होगा, कौन सा पद मिलेगा. ചിലർക്ക് അങ്ങനെ ചിന്ത വരും, പുരുഷാർത്ഥം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇനി ഭാവിയിൽ എനിക്ക് എന്ത് പദവി കിട്ടും, അങ്ങനെയൊക്കെ ചിന്ത വരും. तो बाबा क्या बोलते हैं, या दादियां बोलती थी, टेंशन नहीं, टेंशन की जगह क्या करना है. ദാദിമാര് പറയാറുണ്ട്, ബാബയും പറയാറുള്ളത് എന്താണ്, ടെൻഷൻ അല്ല വേണ്ടത്, ടെൻഷന്റെ സ്ഥാനത്ത് നമുക്ക് എന്താ വരേണ്ടത്, टेंशन के आगे ए लगा दो बस. क्या टेंशन हो जाएगा,
अटेंशन. ശബ്ദത്തിന്റെ മുമ്പിൽ എ ചേർക്കണം. അപ്പൊ അതെന്തായി? അറ്റൻഷൻ. और बाबा ने अभी जो पिछला बाबा मिलन हुआ उसमें एक शब्द बोला था, आपको याद होगा, अटेंशन प्लीज. കഴിഞ്ഞ ബാബ മിലന്റെ മുരളിയിൽ ബാബ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു ശബ്ദമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അറ്റൻഷൻ പ്ലീസ്. अटेंशन किस पे रखना है? अपनी दिनचर्या पर. ഏത് കാര്യത്തിൽ അറ്റൻഷൻ വെക്കേണ്ടത്? നമ്മുടെ ദിനചര്യയിൽ. अमृतवेला, मुरली, ट्रैफिक कंट्रोल, भोजन करते हुए बाबा की याद, नुमाज शाम और रात को चार्ट देकर सोना. നമ്മൾക്ക് ഏതൊക്കെയാ ദിനചര്യ? അമൃതവേള, മുരളി, ട്രാഫിക് കൺട്രോള്, ആഹാരം കഴിക്കുമ്പോഴും ബാബയുടെ സ്മൃതിയിൽ, വൈകുന്നേരത്തെ യോഗം, പിന്നെ രാത്രിയിൽ ബാബയുടെ ഓർമ്മയിൽ ചാർട്ട് എഴുതിയിട്ട് സ്മൃതിയിൽ ഉറങ്ങുക. और दिन में जिसके भी हम संपर्क में आए उसको आत्मिक दृष्टि या फरिश्ते स्वरूप में देखना. പിന്നെ പകൽ സമയത്ത് ആരെല്ലാമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടോ അവരെ എല്ലാരെയും നമ്മൾ ആത്മീയ ദൃഷ്ടിയിലും ഫരിസ്ത സ്വരൂപത്തിലും കാണണം. जैसे अगर मेल के सामने हमारे सामने कोई कुमारी या फीमेल आती है तो उसको किस रूप से देखना है? ये आत्मा है, पवित्र आत्मा है, ये शरीर एक इंस्ट्रूमेंट है सिर्फ. ഇപ്പൊ ഉദാഹരണത്തിനൊരു ഭായിയുടെ മുമ്പില് ഒരു കുമാരി അല്ലെങ്കിൽ ഒരു സ്ത്രീ വന്നിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ അവരെ നമ്മൾ ഏത് ദൃഷ്ടിയിലാണ് കാണേണ്ടത്? ഇവര് പവിത്ര ആത്മാവാണ്, ഇവര് ഫരിസ്തയാണ്, ഇത് ശരീരം ഇവരുടെ ഇൻസ്ട്രുമെന്റ് ആണ്, അങ്ങനെ കാണണം. और ऐसे ही बहनों के लिए भी कोई भी भाई सामने आए, ये एक प्योर आत्मा है, पवित्र आत्मा है. അതേപോലെ തന്നെ സിസ്റ്റേഴ്സിന്റെ മുമ്പിലും ഏതെങ്കിലും ഒരു ഭായി വരികയാണെന്ന് വെച്ചോളൂ. അപ്പൊ എങ്ങനെ കാണണം? ഇവരൊരു പവിത്ര ആത്മാവാണ്, ഈ ദൃഷ്ടിയിൽ കാണണം. जब हम शुरू में गए पांडव भवन में तो वहां पर हमें एक बड़े भाई मिले. तो मैं जहां भी जाता था, जो भी मुझे मिलता था ना, मैं उनसे पूछता था, आप क्या पुरुषार्थ करते हो? അപ്പോൾ തുടക്കത്തിൽ പാണ്ഡവ ഭവനിൽ വെച്ച് ഒരു വലിയ ബ്രദറിനെ ഞാൻ കാണുമായിരുന്നു. ആ ഭായി എൻ്റെ മുമ്പിലൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ എന്ത് പുരുഷാർത്ഥമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. तो उसमें एक जो बड़े भाई थे उन्होंने मेरे को एक बहुत साल पहले बताया था, उसको मैं प्रैक्टिस करता हूँ. शुरू में 2 साल मैंने उसको बहुत ज़्यादा प्रैक्टिस किया, अभी भी करता हूँ, बट शुरू में 2 साल ने बहुत हेल्प किया. उन्होंने नंबर 1 कहा, पहली चीज़ क्या करनी है? अपने को दिन में 50 टाइम्स 50 बार आत्मा देखना है. അപ്പൊ അതിലൊരു വളരെ മുതിർന്ന ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, തുടക്കത്തിൽ ഞാൻ അത് വളരെയധികം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, ആദ്യത്തെ 2 വർഷം. ഇപ്പോഴും ഞാൻ ഒരുപാട് നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ആണ്, നമ്മളെ ഒരു 50 ടൈംസ് 50 പ്രാവശ്യം ഒരു ദിവസം ഓർമ്മിക്കണം, ഞാൻ ആത്മാവാണ് എന്ന്. और वो जो 50 पर हम देख रहे हैं उसमें जस्ट 10 या 20 सेकंड लगेंगे. मैं आत्मा, चमकता हुआ सितारा, कभी शांति, कभी प्रेम, कभी आनंद, अलग अलग गुणों का अनुभव दिन में. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 50 പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം എങ്ങനെയാ ചെയ്യേണ്ടത്? ഒരു 10-20 സെക്കൻഡ് ചെയ്യണം. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമാണെന്നാണ്. ഇവിടെ ഇരുന്ന് പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ കാണണം, പകൽ സമയത്ത് അങ്ങനെ കാണണം. एंड सेकंड जो उन्होंने प्रैक्टिस कही थी, किसी से भी मिलो उसको मस्तक में देखना है. പിന്നെ രണ്ടാമത് പ്രാക്ടീസിന് വേണ്ടി ആ പറഞ്ഞ പോയിന്റ് ആണ്, ആരെ കണ്ടാലും അവരുടെ മസ്തക മധ്യത്തിലായിട്ട് നോക്കണം. और दिन में 50 लोग അതും ഒരു ദിവസം 50 പേരെങ്കിലും കാണുമ്പോൾ ആത്മാവായിട്ട് കാണണം. और आप में से कोई होंगे जो कहेंगे कि हमें शायद 50 लोग दिन में मिलते ही नहीं, ऐसा भी हो सकता है, कुछ है ना, कोई बाहर नहीं निकला तो उन्हें क्या करना है? घर के मेंबर्स को ही बार बार आत्मिक स्वरूप में देखना है. ചിലപ്പോൾ ചില ആളുകൾക്ക് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ 50 പേരെ ഡെയിലി കാണാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അവരെങ്ങനെയാ പ്രാക്ടീസ് ചെയ്യേണ്ടത്? അവർ വീട്ടിലുള്ള മെമ്പേഴ്സിനെ തന്നെ അടിക്കടി ആത്മാവായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. क्योंकि बाबा से अगर हमें प्यार बढ़ाना है, ये प्रश्न बहुत लोग पूछते हैं कि बाबा से प्यार कैसे बढ़ाएं, क्योंकि योग और प्यार का आपस में गहरा कनेक्शन है. बाबा से योग कैसे अच्छा होगा? जितना बाबा से हमारा प्यार इंक्रीज होगा. കാരണം എന്താണെന്നറിയോ? ബാബയോടുള്ള നമ്മുടെ സ്നേഹം കൂടണമെങ്കിൽ. കാരണം ഒരുപാട് പേരുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ബാബയോട് എനിക്ക് എങ്ങനെ സ്നേഹം വരും എന്ന്. കാരണം യോഗവും സ്നേഹവും തമ്മിൽ വളരെയധികം കണക്ഷനുണ്ട്. നമുക്ക് എത്രത്തോളം സ്നേഹം കൂടുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ യോഗവും കൂടും. और हमने ये अनुभव किया, बाबा से प्यार बढ़ाने की विधि बहुत सारी प्रैक्टिस की,
लेकिन सबसे पावरफुल जो विधि है वो है जितना हम आत्मिक स्वरूप में टिकेंगे, जितना दूसरे को आत्मिक स्वरूप में देखेंगे, उतना ही हमें खुशी भी मिलेगी, उतना ही हमें फील होगा कि बाबा हर समय मुझे प्यार कर रहा है. ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അനുഭവം ഉണ്ട്. പക്ഷെ അതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പോയിന്റാണ്. അതായത് നമ്മൾ എത്രത്തോളം ആത്മസ്വരൂപം പ്രാക്ടീസ് ചെയ്യുന്നുവോ, മറ്റുള്ളവരെയും ആത്മാവായിട്ട് കാണുന്നുവോ, അതിനനുസരിച്ച് നമ്മുടെ സന്തോഷം കൂടാൻ തുടങ്ങും. സന്തോഷവും കൂടാൻ തുടങ്ങും. നമുക്ക് ഫീലാകും ബാബയ്ക്ക് എന്നോട് വളരെയധികം സ്നേഹമുണ്ട് എന്ന്. तो कर्मयोगी फरिश्ता बनने के लिए हमें सबसे पहला जो काम करना है, मुरली को अच्छे से सुनना, रेगुलर सुनना और फिर मुरली चिंतन करना. കർമ്മയോഗി ഫരിസ്ത ജീവിതത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. നല്ലതുപോലെ മുരളി കേൾക്കണം, റെഗുലറായിട്ട് കേൾക്കണം. മുരളി കേൾക്കുന്നതിനോടൊപ്പം മുരളിയെക്കുറിച്ച് ചിന്തനം ചെയ്യണം. और दिन में जब समय मिले मुरली को चाहे 1 पॉइंट 2 पॉइंट उसको बार बार रिवाइज करना. പിന്നെ പകൽ സമയത്ത് ചെയ്യേണ്ട കാര്യം മുരളിയിൽ നിന്ന്, അത് 1 പോയിന്റ് ആയിക്കോട്ടെ 2 പോയിന്റ് ആയിക്കോട്ടെ എത്രയോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. जैसे कल भी हम कन्याकुमारी गए घूमने, साथ में भाई थे, पीछे अर्जुन भाई बैठे हैं ना, तो मैं देख रहा था वो बीच में बार बार क्या कर रहे थे, बैठे थे बाहर और मोबाइल खोलकर क्या देख रहे थे अर्जुन? मुरली पॉइंट, कुछ और नहीं. क्या कर रहे थे? बार बार मुरली पॉइंट, मुरली को पढ़ रहे थे बीच बीच में, है ना. तो ये बहुत अच्छी आदत है. അതായത് ഇവർ ഇന്നലെ കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു. ബ്രദറിന് കൂടെ ഗൈഡായിട്ട് പോയത് അർജുൻ ഭായി ആയിരുന്നു. അർജുൻ ഭായി ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ തുറന്ന് മുരളി പോയിന്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഭായി. നല്ല കാര്യമാണ് എന്ന്. यही कर रहे थे ना अर्जुन भाई? सभी को हंसी आ रही है. क्योंकि उन्हें लगा पता नहीं मोबाइल में क्या देख रहे थे. അതല്ലേ അർജുൻ ഭായി അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? क्या कह रहे? हाँ, मुरली कर रहे थे भाई. तो मुरली को बार बार पढ़ना, 1 पॉइंट 2 पॉइंट. जैसे हम जा रहे थे तो 2-2.5 घंटे थे. अब उसमें हम अपना समय भी वेस्ट कर सकते हैं. कैसे वेस्ट करते हैं? गाड़ी पे बैठे हैं, इधर उधर देखते जा रहे हैं, कौन जा रहा है, कैसे चला रहा है, अच्छा ये यहाँ पर ये सब सामान है, ये दुकान है, ऐसा है वैसा है, ये गाड़ी कैसे चला रहे हैं. वी कैन वेस्ट 2 घंटे भी वेस्ट कर सकते हैं हम उस चीज में. അപ്പൊ മുരളി നമ്മൾ നല്ലതുപോലെ പഠിക്കണം. അപ്പൊ നമ്മൾ തന്നെ ഇന്നലെ 2-2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഇവിടുന്ന് അവിടം വരെ. ആ സമയം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേസ്റ്റ് ആക്കി കളയായിരുന്നു. ഇതെന്തൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇയാൾ എന്താ എങ്ങനെ ഓടിക്കുന്നത്, അവിടെ ആ സാധനം വെച്ചിരിക്കുകയാണല്ലോ, ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പല പല കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് വേണമെങ്കിൽ ആ 2.5 മണിക്കൂർ വേസ്റ്റ് ആക്കി കളയാമായിരുന്നു. तो कई लोग बोलते हैं कि जैसे कई लोग नए आते हैं ना, वो कहते हैं कि हम ना योग करते हैं, मुरली नहीं सुनते हैं. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, അവരുടെ ശീലം ഇതാണ്. അവർ പറയും ഞാൻ മുരളി കേൾക്കാറില്ല പക്ഷെ യോഗം ചെയ്യാറുണ്ടെന്ന് പറയും. लेकिन बिना मुरली को अच्छे से स्टडी किए, बिना मुरली को बार बार रिवाइज किए हमारा योग पक्का नहीं हो सकता. എന്നാൽ മുരളി കേൾക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് മുരളി നമ്മൾ സ്റ്റഡി ചെയ്യാതെ നമ്മളുടെ യോഗം ഒരിക്കലും നമുക്ക് നല്ലതായിട്ട് കിട്ടില്ല. इस लाइन को अच्छे से लिख लें. मुरली को याद करना, मुरली के पॉइंट्स को याद करना इज इक्वल टू बाबा को याद करना. ഈ പോയിന്റ്സ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. മുരളി ഓർമ്മിക്കുക, മുരളി പോയിന്റ്സ് ഓർമ്മിക്കുക, അർത്ഥം ബാബെ ഓർമ്മിക്കുക ഇസ് ഈക്വൽ ടു ബാബെ ഓർമ്മിക്കുക. एंड सेकंड इसी के साथ लिख सकते हैं, स्वमान की प्रैक्टिस करना इज इक्वल टू बाबा को याद करना. ഇനി അതിന്റെ കൂടെ തന്നെ എഴുതേണ്ട അടുത്ത പോയിന്റ് ആണ് സ്വമാനം പ്രാക്ടീസ് ചെയ്യുക ഈസ് ഈക്വൽ ടു ബാബയെ ഓർമ്മിക്കുക. सो कर्म योगी फरिश्ता पहला क्या था? हर्षित मुख चेहरा. सेकंड निश्चिंत जीवन. കർമ്മയോഗി ഫരിസ്തയെ കുറിച്ച് പറഞ്ഞു വന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് ഏതായിരുന്നു? ഹർഷിത മുഖത. സെക്കൻഡ് പോയിന്റ് ആണ് നിശ്ചിന്ത ജീവിതം. थर्ड हल्का मन. മൂന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ, ഭാരരഹിതമായ മനസ്സ്. मन कैसा होना चाहिए? भारी नहीं होना चाहिए, हल्का होना चाहिए. മനസ്സ് ഭാരമുള്ളതാകാൻ പാടില്ല, എപ്പോഴും ലൈറ്റ് ആയിട്ടിരിക്കണം. बाबा कहते हैं कई बार कई बच्चे सारा बोझ पकड़ के रखते हैं अपने ऊपर, मेरे को देते नहीं है.
ബാബ ചിലപ്പോൾ പറയാറുണ്ട്, ചില കുട്ടികളുണ്ടല്ലോ എല്ലാ ഭാരവും പിടിച്ചു കെട്ടി അങ്ങനെ ഇരിക്കും, ആർക്കും കൊടുക്കില്ല, ബാബയ്ക്ക് കൊടുക്കേയില്ല എന്ന്. और ये कौन सा बोझ है? मैं और मेरेपन का बोझ. ആ ഭാരം ഏതിന്റെ ഭാരമാ? ഞാൻ എൻ്റെ, ഈ രണ്ട് ഭാരമാണ്, ഞാൻ എന്നുള്ള എൻ്റെ എന്നുള്ള ഭാരം. और मन को हल्का करने की विधि कल की मुरली में बाबा ने कहा था, अपने को क्या समझना. മനസ്സിനെ ഭാരരഹിതമാക്കാനുള്ള വിധി ബാബ ഇന്നലത്തെ മുരളിയിൽ പറഞ്ഞായിരുന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം. क्या समझना है अपने आप को? आत्मा. ये भी ठीक है, लेकिन कल की मुरली में एक शब्द था, अपने को डैश समझना. अपने സ്വയം ഡാഷ് എന്ന് മനസ്സിലാക്കണം. അതേത് പോയിന്റ്? ഇന്നലത്തെ മുരളിയിൽ ബാബ പറഞ്ഞതാണ്. ആത്മാന്നുള്ള അല്ല. और वो इंग्लिश में टी से शुरू होता है. ഇംഗ്ലീഷിൽ ടീയിലാണ് തുടങ്ങുന്നത്. इतना हिंट में दे देता हूँ. ഹിന്റ് വരെ തന്നേട്ടോ. ടീയിലാണ് ഇംഗ്ലീഷിൽ ആ ശബ്ദം തുടങ്ങുന്നത്. പറഞ്ഞേ. हाँ बोलिए बोलिए. हाँ सही बोल रहे हो आप, तेज बोलिए. हाँ क्या समझना है अपने आप को? ट्रस्टी समझना है. ट्रस्टी ആണെന്ന് മനസ്സിലാക്കണം. घर में है, काम भी करना है, जिम्मेवारी भी है, लेकिन अपने को ट्रस्टी समझकर चलना. വീട്ടിലിരിക്കുമ്പോൾ ജോലി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തങ്ങളെല്ലാം എടുത്തുകൊണ്ടും നമ്മൾ നമ്മളെ ട്രസ്റ്റിയായി മനസ്സിലാക്കണം. ठीक है. सेकंड, जो एक प्रैक्टिस जो मैं आपके साथ शेयर कर रहा हूं, ये पिछले लगभग आई एम डूइंग इट फॉर मोर देन 10 years. ഇനി രണ്ടാമത്തെ ഒരു പ്രാക്ടീസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഏകദേശം കഴിഞ്ഞ 10 വർഷത്തിന്റെ മേലെയായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്, ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. और ये बहुत लोगों के साथ शेयर किया है, एंड जिन्होंने इसको प्रैक्टिस करना शुरू किया उनका जीवन निश्चिंत हुआ है. ഇത് ഞാൻ ഒരുപാട് പേരുടെ കൂടെ പങ്കുവച്ചിട്ടുള്ള പോയിന്റാണ്. ഇത് ആരെല്ലാം അവരുടെ ജീവിതത്തിൽ ഇത് പാലിക്കാൻ തുടങ്ങിയോ അവർക്ക് അവരുടെ ജീവിതത്തിനെ നിശ്ചിന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. जैसे दुनिया में होता है ना आजकल, किसी को मान लीजिए फीवर है, किसी का सिर दर्द है, तो उसको क्या देते हैं? ഇപ്പൊ ഇന്നത്തെ കാലത്ത് കണ്ടിട്ടില്ല, ഇപ്പൊ ആർക്കെങ്കിലും പനി വന്നു അല്ലെങ്കിൽ തലവേദന വന്നെന്ന് വെച്ചാൽ അവർക്ക് എന്ത് കൊടുക്കും അതിന് പരിഹാരമായിട്ട്? आजकल हम क्या कहते हैं, छोटा एक कैप्सूल या गोली हम दे देते हैं ना. मुझे याद है बहुत साल पहले की बात है, जब हम पांडा भवन में शुरू में गए तो वहां पर आप जानते हैं एवर हेल्दी हॉस्पिटल है. कौन कौन पांडा भवन गए हुए हैं? പാണ്ഡവ ഭവനിൽ പോയിട്ടുള്ളവർ, മധുബൻ പോയി പാണ്ഡവ ഭവനിൽ പോയിട്ടുള്ളവരെല്ലാം കൈവക്കിയേ. सभी गए हैं? वेरी गुड. अभी कोई नहीं गए हैं तो जाना है, ठीक है. तो वहां एवर हेल्दी हॉस्पिटल है. പാണ്ഡവ ഭവനില് വളരെ നാളെ മുമ്പുള്ള കാര്യമാണ്. അവിടെ എവർ ഹെൽത്തി ഹോസ്പിറ്റലിൽ പോയ കഥയാണ് പറയുന്നത്. तो शुरू में हम वहां कई बार जाते थे ना, तो वहां जो डॉक्टर थे वो क्या बोलते थे कि मान लो उनको कहा सिर दर्द है, तो वो क्या करते थे, आधा घंटा लगाते थे, क्या क्या खाया क्या नहीं खाया, ये. तो कई लोग जाके क्या बोलते थे उनको, कहते थे कि भाई इतना मत पूछो, एक छोटी सी गोली दे दो, सिर दर्द हो रहा है. അപ്പം ചിലപ്പോൾ തലവേദനയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ പിടിച്ചിരുത്തി അരമണിക്കൂർ കഥ പറയുമായിരുന്നു. എന്താ കഴിച്ചേ, എന്ത് കഴിച്ചില്ല, എന്താ അങ്ങനെയൊക്കെ. അപ്പം ചില ആളുകൾ പറയും, വായി വെറുതെ സമയം കളയാതെ എന്തെങ്കിലും ഒരു മരുന്ന് താ, തലവേദന എടുക്കുന്നു എന്ന് പറയുമായിരുന്നു. तो ऐसे ही हमें भी एक स्पिरिचुअल गोली, स्पिरिचुअल कैप्सूल रोज खाना है निश्चिंत रहने के लिए. അതേപോലെ നമുക്ക് ഡെയിലി ഒരു സ്പിരിച്വൽ ഗുളിക ക്യാപ്സ്യൂള്, നിശ്ചിന്തം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എൻ്റെ അർത്ഥം, ടെൻഷൻ ഫ്രീ ആണ്. അത് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു സ്പിരിച്വൽ ക്യാപ്സ്യൂൾ കഴിക്കണം. और उस कैप्सूल का नाम है B4 कैप्सूल. ആ ക്യാപ്സ്യൂളിന്റെ പേരാണ് B4 ക്യാപ്സ്യൂൾ. പേരെഴുതിക്കോളൂ, B4 कैप्सूल. B4 कैप्सूल. और ये कैप्सूल कहीं केमिस्ट के पास नहीं मिलेगा. ഈ ക്യാപ്സ്യൂൾ വേറെ ഒരു കടയിൽ നിങ്ങൾക്ക് കിട്ടില്ല. क्योंकि एक बार एक जगह सेशन हुआ तो मैंने बोला कि निश्चिंत रहने के लिए B4 कैप्सूल खाना है, तो वहां की टीचर बहन का फोन आया. उसने बोला एक माता कह रही है कि मैं हर केमिस्ट के पास चली गई लेकिन ये कैप्सूल नहीं मिला कहीं पर. ഞാൻ ഇതുപോലെ വേറൊരിടത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് നിശ്ചിന്തമായിട്ടിരിക്കണമെങ്കിൽ B4 ക്യാപ്സ്യൂൾ കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്ററിന്റെ ഫോൺ വന്നു, ഏതോ ഒരു മാതാജി വന്ന് പറയാണത്ര, ഞാൻ എല്ലാ കടയിലും കയറി ഇറങ്ങി, പക്ഷെ അവിടെ എങ്ങും ഈ B4 ക്യാപ്സ്യൂൾ കിട്ടുന്നില്ല എന്ന്. तो निश्चिंत रहने के लिए ऐसा दुनिया में कोई कैप्सूल नहीं है, लेकिन स्पिरिचुअल कैप्सूल है. അങ്ങനെ നിശ്ചിന്തമായിട്ടിരിക്കാൻ ലോകത്തിലുള്ളവരുടെ കയ്യിൽ വേറെ ഗുളികയൊന്നുമില്ല, പക്ഷെ നമുക്കൊരു സ്പിരിച്വൽ ഗുളികയുണ്ട്, ക്യാപ്സ്യൂളുണ്ട്. पहला B है, आप मेरे साथ बोलना, पहला B है बाबा बैठा है.
നിങ്ങൾ ബായിയുടെ കൂടെ പറയണമേ. ഇനി പറയുന്ന ശബ്ദം ആദ്യത്തെ ബി ആണ്. ബാബ ഇരിപ്പുണ്ട്. ബാബ ബൈഠാ ഹേ പറയണം. ഒച്ചത്തിൽ പറയണം. ഒച്ചത്തിൽ പറഞ്ഞേ. अच्छे से बोलिए, दिल से बोलिए थोड़ा. കുറച്ചും കൂടെ ഹൃദയത്തിൽ കൈവച്ച് പറഞ്ഞേ, നല്ല സന്തോഷത്തോടെ പറഞ്ഞേ. ബാബ ബൈഠാ ഹേ. बाबा बैठा है. ठीक है, फर्स्ट. ആദ്യത്തെ ഗുളികയാണേ, ഫസ്റ്റ്. अब जब हम बोलते हैं ना बाबा बैठा है, तो दुनिया में कई लोग बोलते हैं जब मदद चाहिए होती है तब तो बाबा आता नहीं है, बैठा ही है बाबा. അപ്പം നമ്മൾ ബാബ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, ശരിയാ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ബാബ വരില്ല, അവിടെ തന്നെ ഇരുന്ന് കളയും എന്ന് പറയും. लेकिन बाबा मदद करता है या नहीं करता है? ബാബ നമ്മളെ സഹായിക്കൂ സഹായിക്കില്ലേ? किस किस को अनुभव है बाबा की मदद का? ആർക്കൊക്കെ അനുഭവമുണ്ട് ബാബ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന്? सबको है अनुभव, लेकिन कभी कभी शायद नहीं करता है. ऐसा होता है कभी कभी. എന്നാൽ ഇടയ്ക്ക് തോന്നാറുണ്ടോ ബാബ സഹായിക്കുന്നൊന്നുമില്ല? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടോ? क्योंकि बाबा की मदद की अगर मदद चाहिए तो उसके लिए एक स्लोगन दिया है बाबा ने, हिम्मते बच्चे मददे खुदा. അതായത് ബാബയുടെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ അതിനു വേണ്ടിയും ബാബ നമുക്കൊരു സ്ലോഗൻ തന്നിട്ടുണ്ട്. അതേതാണെന്നറിയോ? ഹിമ്മത്തെ ബച്ചേ മദദേ ഖുദ എന്നാണ്. അതായത് ധൈര്യശാലി കുട്ടികളെ ആര് സഹായിക്കും? ബാബ. मतलब हिम्मत का एक कदम बच्चों को बढ़ाना है, 1000 कदम मदद देने के लिए बाबा बैठा है, बंधा हुआ है. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ധൈര്യത്തിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കണം എങ്കിൽ 1000 മടങ്ങ് സ്റ്റെപ്പ് സഹായം ബാബ നമുക്ക് ചെയ്തു തരും. लेकिन कई बच्चे समझदार होते हैं, एक्स्ट्रा. वो क्या कहते हैं? बाबा एक कदम भी आप ही बढ़ा लो. എന്നാൽ ചില കുട്ടികൾ കുറെ കൂടെ വിവേകശാലികൾ, കുറച്ചൊരു ബുദ്ധി കൂടിപ്പോയി, അവർ ബാബയുടെ പറയും, ബാബ ആ ചുവടും കൂടെ ആര് തന്നെ വെച്ചോളൂ, ബാബ തന്നെ വെച്ചോളൂ എന്ന് പറയും. जैसे अभी हम ओआरसी में थे 2 महीने पहले, 2 या 3 महीने पहले, तो ओआरसी आप में से जो गए होंगे, ओआरसी का मेन गेट है और अंदर एक कौन सी बिल्डिंग है जहां हम रुके हुए थे. तो एक गाड़ी लेने आ रही थी हमें, तो उनका मेरे पास फोन आया. उन्होंने कहा कि ना आप मेन गेट तक आ जाओ. तो मैंने उनको कहा कि आप इतना दूर तो आ ही गए, अब इस बिल्डिंग के गेट तक भी आ जाओ. അപ്പോഴ് ഞാൻ 2-3 മാസം മുമ്പാണ് ORCയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് മെയിൻ ഗേറ്റും കഴിഞ്ഞ് അകത്തൊരു ബിൽഡിങ്ങിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ബായി വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ എനിക്ക് വന്നായിരുന്നു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മെയിൻ ഗേറ്റ് വരെ വരാൻ പറഞ്ഞിട്ട് ആ ബായി ഫോൺ ചെയ്തു. അപ്പോൾ ഉടനെ ഈ ബായി പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് മെയിൻ ഗേറ്റ് വരെ വന്നില്ലേ, ഒരു കാര്യം ചെയ്യും, എവിടെ കൂടെ വരൂ, ഈ ബിൽഡിങ്ങും കൂടെ വരെ, അത്രയും കൂടി ഇങ്ങ് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. है ना, वहां तो हम कह सकते हैं, लेकिन बाबा से अगर मदद हमें लेनी है, उसके लिए हिम्मत का पहला कदम हमें ही बढ़ाना होगा. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത് പറയാം, കുഴപ്പമില്ല, അകത്തോട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ബാബയിൽ നിന്ന് സഹായം കിട്ടണമെങ്കിൽ നമ്മൾക്ക് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്, ധൈര്യത്തിന്റെ സ്റ്റെപ്പ് വെച്ചേ പറ്റൂ. और हिम्मत रखने का मतलब है, ധൈര്യം വെക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? क्या होगा मतलब? हिम्मत रखना मीन्स, ധൈര്യം വെക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പറയൂ, നിങ്ങളോട് ചോദിക്കുന്ന ഉത്തരം. हिम्मत रखने का मतलब क्या है? ധൈര്യം വെക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? हाँ जी, हाँ, मतलब वो क्या, उसका मीनिंग क्या है? फर्स्ट स्टेप लेना मतलब क्या है उसका? जैसे फॉर एग्जाम्पल परिस्थिति आई और उसमें हमें हिम्मत रखना है, इसका मतलब क्या है? ഫോർ എക്സാമ്പിൾ പറയാൻ, ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു, അപ്പം നമ്മൾ ധൈര്യം വെച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? सामना करना, ठीक है, और അതിനെ നേരിടുക, എന്നോടൊപ്പം सॉरी बिलीफ, सेल्फ बिलीफ, ശ്രീമത്ത് श्रीमत पे चलना, हाँ, स्टेबिलिटी है ना. സ്റ്റെബിലിറ്റി. आपके सबके उत्तर सही हैं. पेशेंस रखना, स्टेबिलिटी रखना, सेल्फ बिलीफ रखना, है ना, दृढ़ संकल्प रखना, स्वमान में रहना. दिस इज द फर्स्ट स्टेप. നിങ്ങൾ പറഞ്ഞ ഉത്തരമെല്ലാം കറക്റ്റാണ്. നമ്മൾ ബാബയുടെ മേലെ വിശ്വാസം വരിക, സ്വയം വിശ്വാസം വരിക, നല്ല ദൃഢതയോടുകൂടി ഇരിക്കുക, സ്വമാനത്തിലിരിക്കുക, ഇതെല്ലാം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. क्योंकि 3 प्रकार के निश्चय की बाबा ने बार बार बात की है. पहला निश्चय है स्वयं में निश्चय, दूसरा निश्चय है बाबा में निश्चय,
और तीसरा निश्चय है ड्रामा में निश्चय. കാരണം 3 പ്രകാരത്തിലുള്ള നിശ്ചയത്തിനെ കുറിച്ച് ബാബ അടിക്കടി മുരളിയിൽ പറയാറുണ്ട്. 1 സ്വയം നമ്മുടെ മേലെ നിശ്ചയം, 2 ബാബയുടെ മേലെ നിശ്ചയം, 3 ഡ്രാമയുടെ മേലെ നിശ്ചയം. और इन तीनों निश्चयों में से सबसे ज्यादा जरूरी कौन सा है, या कहें सबसे इंपॉर्टेंट कौन सा है? അപ്പൊ ഈ പറഞ്ഞ 3 നിശ്ചയങ്ങളിൽ ഏറ്റവും ആവശ്യം വേണ്ടത് ഏത് നിശ്ചയമാണ്? അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഈ 3 കാര്യങ്ങളിൽ ഏതിന്റെ മേലെയുള്ള നിശ്ചയമാണ്? कौन सा है? बाबा में या स्वयं में या ड्रामा में? स्वयं में. ഏതിലാ വേണ്ട? സ്വയത്തിലാണോ, ബാബയിലാണോ, ഡ്രാമയിലാണോ? ഉത്തരം പറയൂ, എല്ലാവർക്കും പറയാം. बाबा में. देखो किसी किसी का उत्तर आ रहा है बाबा में, लेकिन ज्यादा उत्तर क्या आ रहा है? स्वयं में निश्चय. तो बाबा में निश्चय रखना है या स्वयं में या दोनों में? നിശ്ചയം വേണ്ടത് ബാബയിലാണോ അതോ രണ്ടിലും വേണോ? स्वयं में, बाबा में या दोनों में? दोनों में. लेकिन दोनों में से पहले किसमें रखना होगा? ശരി, രണ്ടിലും ആണെങ്കിൽ ഓക്കെ. അതിൽ ആദ്യം ഏതിലാ നിശ്ചയം വരേണ്ടത്? सबसे पहला है स्वयं पर निश्चय. ഏറ്റവും ആദ്യത്തെ കാര്യം തന്റെ മേലെ നിശ്ചയം. दुनिया में एक स्लोगन है, आपने सुना होगा, गॉड हेल्प दोज हु हेल्प देमसेल्व्स. അതായത് ലോകത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, ഇങ്ങനെ പറയാറുണ്ട് ഒരു ചൊല്ല്, ദൈവം ആരെയാണ് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരാണോ സ്വരക്ഷയ്ക്ക് തയ്യാറായിട്ടുള്ളത്. സ്വരക്ഷ ആരാണോ ചെയ്യുന്നത് അവരെ ദൈവം എന്ത് ചെയ്യും? രക്ഷിക്കും എന്നാണ് പറയുന്നത്. तो हिम्मत रखना अर्थात स्वयं पर निश्चय, सेल्फ बिलीफ, सेल्फ कॉन्फिडेंस. ധൈര്യം വെക്കാന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വരിക, സ്വയം നിശ്ചയം വരിക. और स्वयं में निश्चय रखने का मतलब क्या है? स्वमान में रहना. സ്വനിശ്ചയത്തിന്റെ അർത്ഥം എന്താണ്? സ്വമാനത്തിൽ ഇരിക്കുക. अलग अलग स्वमान की माला. मैं शक्तिशाली आत्मा हूँ, विशेष आत्मा हूँ, श्रेष्ठ आत्मा हूँ, मास्टर सर्वशक्तिवान हूँ, विश्व कल्याणकारी हूँ. अलग अलग स्वमान की माला हमें फेरते रहना है. അതായത് വേറെ വേറെ വ്യത്യസ്തമായ സ്വമാനത്തിന്റെ മാല തിരിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ശക്തിശാലി ആത്മാവാണ്, ഞാൻ വിശേഷ ആത്മാവാണ്, ഞാൻ വിശ്വമംഗളകാരി ആത്മാവാണ്, അങ്ങനെ പല പല സ്വമാനത്തിന്റെ മാല തിരിച്ചുകൊണ്ടേയിരിക്കണം. दुनिया में क्या हुआ? इसी को क्या बनाया गया? फिर माला फेरना. ഇതിനെ പിന്നെ ലോകത്തിൽ അവരെന്താക്കി മാറ്റി? ആരോടെങ്കിലും ഒക്കെ പറയും, നിങ്ങൾ പോയിരുന്ന് മാല എടുത്തു വെച്ച് തിരിക്കാൻ പറയും. വെറും മാല, സാധാ മാല. तो आज से हमें भी माला फेरनी है. ഇന്ന് മുതൽ നമ്മളും എന്ത് തിരിക്കണം? മാല തിരിക്കണം. है माला सभी के पास? എല്ലാവരുടെ അടുക്കൽ മാലയുണ്ടോ? ഉണ്ടോ? ഉത്തരം പറയൂ. है सभी के पास या खरीदनी पड़ेगी बाजार से? എല്ലാവരുടെ അടുക്കൽ മാലയുണ്ടോ അതോ ഇനി കടയിൽ പോയി മാല വാങ്ങണോ? कौन सी माला? स्वमान की माला. जब समय मिले एकांत में बैठ जाइए, सैर करिए और स्वमान की प्रैक्टिस करते जाइए. അതായത് എപ്പോഴൊക്കെ സമയം കിട്ടുമോ ഏകാന്തമായിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴോ സ്വമാനത്തിന്റെ മാല തിരിച്ചുകൊണ്ടേയിരിക്കണം. क्योंकि एक स्लोगन हमें याद रखना है, जैसी स्मृति वैसी समर्थि. അതുപോലൊരു സ്ലോഗൻ നമ്മൾ ഓർമ്മിച്ചു വെക്കണം, നമ്മുടെ സ്മൃതി എങ്ങനെയായിരിക്കുമോ അതിനനുസരിച്ചിരിക്കും സമൃദ്ധി. तो जितना हम बार बार स्मृति में लेके आएंगे ना स्वमान को, उतना ही हम समर्थ बनेंगे. समर्थ मीन शक्तिशाली बनेंगे. അതായത് നമ്മൾ സ്വമാനത്തിനെ എത്രത്തോളം നമ്മുടെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു അതിനനുസരിച്ച് നമ്മൾ സമർത്ഥരാകും. സമർത്ഥരാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം ശക്തിശാലിയാകുക. तो आज से हम 1 महीने का लक्ष्य लेते हैं. नंबर 1 हमें क्या करना है? आज भी करेंगे पूरा दिन भर में, और 1 मंथ का पहले लक्ष्य लेंगे, मुझे 50 टाइम्स अपने को आत्मिक स्वरूप में देखना है. അതായത് ഇന്ന് മുതൽ 1 മാസത്തേക്ക് നമ്മൾ ഈ ലക്ഷ്യം വെക്കും. ഇന്നത്തെ ദിവസം ഫുൾ ഡേ നമ്മൾ ഇത് ചെയ്യണം. ഇന്ന് മുതൽ 1 മാസത്തേക്ക് നമ്മൾ ഈ ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യം ഏതാണ്? ഞാൻ 50 പ്രാവശ്യം സ്വയം ആത്മാവാണെന്നുള്ള സ്വരൂപത്തിലിരിക്കും. जब आत्मा को देखना मतलब क्या हुआ? इन 2 आंखों से नहीं देखना है, 3rd आई से, कि मैं आत्मा यहां चमक रही हूं, शांत हूं, पवित्र हूं,
अलग अलग गुण लेने हैं, कभी शांति, कभी पवित्रता, अपने सिचुएशन के अकॉर्डिंग। मन अशांत है मान लो, तो हमें क्या थॉट क्रिएट करना है, मैं शांत स्वरूप आत्मा हूं। कुछ इम्प्योर थॉट्स चल रहे हैं, क्या थॉट क्रिएट करना है, पवित्र आत्मा हूं। हलचल है, कौन सा थॉट क्रिएट करना है, शक्तिशाली आत्मा हूं। അതായത് ഞാൻ ഇങ്ങനെ സ്വയം ആത്മാവാണെന്നുള്ള സ്വരൂപത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ണും കൊണ്ടല്ല, നമ്മുടെ തേർഡ് ഐയിലൂടെ, മൂന്നാമത്തെ കണ്ണിലൂടെയാണ് കാണേണ്ടത്. ഞാൻ ഇവിടെ ഈ പുരിക മധ്യത്തിലിരുന്ന് പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണെന്ന് കാണണം. ഞാൻ ശാന്ത സ്വരൂപമാണ്, ഞാൻ പവിത്രമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഗുണങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതും എങ്ങനെയാണ്, സിറ്റുവേഷൻസിനനുസരിച്ച്. ഇപ്പോൾ നമുക്ക് മനസ്സ് അശാന്തമായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഞാൻ ശാന്തമായ ആത്മാവാണ്. അപവിത്രമായ ചിന്തകൾ വരികയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഞാൻ പവിത്ര ആത്മാവാണ്. ഇനി ഏതെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാൽ പ്രാക്ടീസ് ചെയ്യണം, ഞാൻ വളരെ ശക്തിശാലിയായ ആത്മാവാണ്. और दूसरा क्या करना है, 50 टाइम्स दूसरे को आत्मा देखने का अभ्यास, मस्तक में आत्मा देखने का अभ्यास. ഇനി രണ്ടാമത് ചെയ്യേണ്ട ഹോംവർക്കാണ്, മറ്റുള്ളവരെ ആത്മാവാണെന്ന് കാണണം. ഒരു ദിവസം 50 പ്രാവശ്യം മസ്തകത്തിലിരിക്കുന്ന ആത്മാവിനെ കാണണം. और जब भी दूसरे को देखेंगे वो भी ध्यान रखना है, ऐसा नहीं कि उसको एकटक देखते ही रहो बस सामने वाले को, किसी को. ഇനി വേറൊരാളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ ശ്രദ്ധിക്കണം, അവരെ മോന്തയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത്. ये तो सामने वाला सोचेगा पता नहीं क्यों देख रहा है मेरे को ये व्यक्ति. എങ്കിൽ പിന്നെ മുമ്പിൽ ഇരിക്കുന്ന ആൾ വിചാരിക്കും ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്തിനാണോ എന്തോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. तो जस्ट जैसे अभी देखा, बस एक थॉट क्रिएट करना है, ये पवित्र आत्मा है, ये पवित्र आत्मा है. बस इसको जितना हम प्रैक्टिस करते जाएंगे उतना हमारे लिए फिर वो हमारी इजी नेचर होती जाएगी. ജസ്റ്റ് അവരെ കാണുമ്പോൾ തന്നെ ഈ ചിന്ത വരണം, ഇവരൊരു പവിത്ര ആത്മാവാണ്, ഇവരൊരു പവിത്ര ആത്മാവാണ്. അപ്പം എങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറുള്ളവരെ കാണുമ്പോൾ തന്നെ ആ ചിന്ത ഓട്ടോമാറ്റിക്കലി വരും. नेक्स्ट एक सोमान जो हमें नेक्स्ट 1 मंथ के लिए प्रैक्टिस करना है वो है, मैं मास्टर सर्वशक्तिवान आत्मा हूं. बोलिए सभी, എല്ലാരും പറഞ്ഞേ, मैं मास्टर सर्वशक्तिवान आत्मा हूं. ഒച്ചത്തിൽ പറഞ്ഞേ. ये पीछे बैठी है, बोलो थोड़ा. ആ ഈ സിസ്റ്റേഴ്സിന്റെ സൈഡിൽ പുറകെ ഇരിക്കുന്ന 3 പേര് പറഞ്ഞേ, मैं मास्टर सर्वशक्तिवान आत्मा. मैं मास्टर सर्वशक्तिवान आत्मा हूं. ठीक है, ഇത് ഒരു മാസം പ്രാക്ടീസ് ചെയ്യണം. कितनी बार लिखना है दिन में, लिखना भी है 50 टाइम्स. ഇത് ദിവസവും എഴുതുകയും വേണം. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. എത്ര പ്രാവശ്യം എഴുതണം, ഒരു ദിവസം 50 പ്രാവശ്യം എഴുതണം. और जब ये लिखेंगे मैं मास्टर सर्वशक्तिवान आत्मा हूं, एक और संकल्प साथ में क्रिएट करेंगे, परमात्मा मेरे साथ है. ഇനി ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സങ്കല്പം കൂടെ നമ്മൾ കൂടെ ചിന്തിക്കണം. ഏതാണ്, പരമാത്മാ എൻ്റെ കൂടെയുണ്ട്, പരമാത്മാവ് എൻ്റെ കൂടെയുണ്ട്. तो अभी फिर से वापस आते हैं B4 कैप्सूल पर. B4 कैप्सूल में पहला क्या था, बाबा बैठा है. അപ്പൊ വീണ്ടും നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. B4 ക്യാപ്സ്യൂളിന്റെ ആദ്യത്തെ പോയിന്റ് ഏതായിരുന്നു, ഒച്ചത്തിൽ പറഞ്ഞ എല്ലാരും. फर्स्ट राइट. सेकंड, बाबा की जिम्मेवारी है. സെക്കൻഡ് പോയിന്റ് ആണ്, ബാബയുടെ ഉത്തരവാദിത്വമാണ്. സെക്കൻഡ് പോയിന്റ്, ബാബയുടെ ഉത്തരവാദിത്വമാണ്. सभी बोलिए. എല്ലാരും പറഞ്ഞ അത് ഒച്ചത്തില്. बाबा की जिम्मेवारी है. जिम्मेवारी ഒച്ചത്തിൽ പറയണേ എല്ലാവരും. അപ്പൊ നമുക്ക് 2 നേട്ടമുണ്ട്, ഉറക്കവും പോവും. कई बार ऐसा होता है ना, जीवन में हमें समझ नहीं आ रहा होता क्या करें, कैसे करें, क्या होगा, कैसे करेंगे. बस सरेंडर करना है. इसको बोलेंगे सरेंडर टू द सुप्रीम. बाबा की जिम्मेवारी है. അതായത് ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാറില്ല, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ബാബയ്ക്ക് സമർപ്പണം ചെയ്യണം. അങ്ങനെ പറയാറില്ല, സറണ്ടർ ടു ദി സുപ്രീം എന്ന് പറയും. മുകളിലിരിക്കുന്ന ആൾക്ക് സമർപ്പണം ചെയ്യൂ എന്ന് പറയും. അത് ബാബയുടെ ഉത്തരവാദിത്വമാണ്. थर्ड, बाबा संभालेगा. ഇനി മൂന്നാമത്തെ B4 ക്യാപ്സ്യൂളിന്റെ മൂന്നാമത്തെ പോയിന്റ് ആണ്, ബാബ നോക്കിക്കോളും. ബാബ നോക്കിക്കോളും. बोलेंगे सभी. എല്ലാരും പറയണേ ഹിന്ദിയില്, ബാബ സംഭാലേഗ.
बाबा संभालेगा, है ना। व्हेन वी आर कंफ्यूज या कुछ भी क्लियर नहीं हो रहा है, क्या होगा, कैसे होगा, क्या थॉट क्रिएट करना है, बाबा संभालेगा. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാന്ന് വെച്ചോളൂ, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചിന്തയാ കൊണ്ടുവരേണ്ടത്? എല്ലാരും പറഞ്ഞേ, ബാബ നോക്കിക്കോളും. बाबा क्या बोलेंगे? നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തേ വായിക്കൂ. എല്ലാരും പറഞ്ഞേ. बाद में सिखाना मेरे को, ठीक है. फोर्थ, बाबा मेरे साथ है. നാലാമത്തേതാണ് ബിഫോർ ക്യാപ്സ്യൂളിന്റെ ബാബ മേരെ സാത്ത് ഹെ. ബാബ എന്റെ ഒപ്പമുണ്ട്. बोलेंगे सभी, बाबा मेरे साथ. दिन भर हमें ये अनुभव करना है. ദിവസം മുഴുവനും നമ്മൾ ഇത് അനുഭവിക്കണം. ബാബ എന്റെ ഒപ്പം ഉണ്ട്. जैसे आज का जो संबंध हमने लिया, किसका लिया? दोस्त का. ഇന്ന് നമ്മൾ ബാബയുമായിട്ട് ഏത് ബന്ധമാണ് വെച്ചിരിക്കുന്നത്? दोस्त, फ्रेंड, है ना, साथी. दुनिया में क्या होता है, हम किसी के साथ अगर घूमने जाएं तो हम कितना ध्यान रखते हैं. वो थोड़ा तेज चल रहा है तो हम भी तेज चलेंगे, वो थोड़ा पीछे है तो हम भी रुकेंगे, वेट करेंगे सामने वाले की, है ना. ऐसे ही जब भी हम कर्मों में हैं, खासकर बाबा को दोस्त समझकर हमें हमेशा उसको अपने साथ एक्सपीरियंस करना है. അപ്പൊ നമ്മൾ ലോകത്തിൽ ഇപ്പൊ നമ്മുടെ സാധാരണ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോയെന്ന് വെച്ചോളൂ. അപ്പൊ അവര് നല്ല സ്പീഡിന് നടക്കണമെങ്കിൽ നമ്മൾ നല്ല സ്പീഡിന് നടക്കും. ഇനി അവര് പതുക്കെ പതുക്കെയാണ് വരണമെങ്കിൽ നമ്മളും ഇടയ്ക്കിടയ്ക്ക് നിന്ന് അവരെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും, അവരുടെ കൂടെ വരും. അതേപോലെ നമ്മൾ കർമ്മത്തില് എപ്പോഴും ബാബയെ നമ്മുടെ കൂട്ടുകാരനായിട്ട് കൂടെ കൊണ്ട് നടക്കണം. बहुत साल पहले एक भाई जी मिले थे, उन्होंने अपना एक बहुत सुंदर अनुभव सुनाया, जिससे मैंने अनुभव किया कि कैसे बाबा को साथ रखना है. तो उन्होंने कहा कि जब भी मैं बाहर निकलता हूँ, मान लो मैं बाइक पे गया तो बाबा को साथ लेके निकलता हूँ हमेशा. बाबा पैदल जा रहा हूँ या बाइक पे जा रहा हूँ. तो उन्होंने कहा एक दिन क्या हुआ, 1 किलोमीटर में बाहर आगे निकल गया और मैं भूल गया था बाबा को साथ लेना. तो मैंने क्या किया, बाइक को वापस किया, घर वापस गया और बाबा को क्या बोला, बाबा सॉरी आपको भूल गया था, चलो साथ चलते हैं. അതായത് വളരെ നാൾക്ക് മുമ്പ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഭായിയുടെ അനുഭവം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് നല്ലൊരു പ്രേരണയായിരുന്നു. അത് പറയാണ്, ആ ഭായി പറയും, ഞാൻ എപ്പോഴും ബാബയെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ വയ്ക്കാറുണ്ട്. എവിടെ പോയാലും, അത് വണ്ടിയിലായാലും എവിടെ പോയാലും ബാബയെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് 1 കിലോമീറ്റർ വണ്ടി ഓടിച്ചങ്ങ് എത്തി. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ആരെ വിളിച്ചില്ല, ബാബയെ വിളിക്കാൻ മറന്നുപോയി. അപ്പോൾ ആ ഭായി എന്ത് ചെയ്തെന്നറിയോ, വണ്ടി തിരിച്ചു വിട്ട് പോയി അവിടെ ചെന്നിട്ട് ബാബയോട് സോറി പറഞ്ഞു, ബാബ ഞാൻ ബാബയെ മറന്നുപോയി, വാ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന്. तो बाबा को हमें क्या रखना है, साथ रखना है. ठीक है, यहाँ बैठे हैं तो बाबा साथ रखा है या भूल गए? അപ്പൊ നമ്മൾക്ക് ബാബയെ സദാ കൂടെ ഇരുത്തണം. നമ്മള് നിങ്ങളിപ്പോ ഇവിടെ വന്നിരുന്നല്ലോ, നിങ്ങൾ ബാബയെ കൂടെ കൊണ്ടുവന്നിരുത്തിയോ അതോ മറന്നുപോയോ? സത്യമായിട്ട് ഉത്തരം പറയണം. रखा है साथ या भूल गए? ബാബയെ കൂടെ കൊണ്ടുവന്നിരുത്തിയോ അതോ മറന്നുപോയോ? साथ रखना है. ठीक है, आज से पक्का करेंगे इसको. അതുകൊണ്ട് खाना കൂടെ खा रहे തന്നെ- होंगे, बाबा को साथ रखना है. कहीं बाहर निकले घर से, बाबा को कहना है चलो बाबा चलें. तो दिन भर जब हम बाबा को साथ अनुभव करेंगे, हमारा पुरुषार्थ बिल्कुल सहज हो जाएगा. അതുകൊണ്ട് ഇന്നു മുതൽ ഇത് നമ്മൾ ഉറപ്പിക്കണം. എവിടെ ഇരുന്നാലും പോയാലും ആരെ കൂടെ കൂട്ടണം, ബാബയെ. ആഹാരം കഴിക്കുകയാണ്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ബാബയെ കൂടെ വയ്ക്കണം. ഇപ്പം വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുകയാണ്, അപ്പോഴും ബാബയോട് പറഞ്ഞു, ബാബ വരൂ നമുക്ക് പോകാം എന്ന്. അതുകൊണ്ട് ഇന്നു മുതൽ ഈ പ്രാക്ടീസും കൂടെ ചെയ്യണം. എവിടെ പോയാലും ദിവസം മുഴുവനും ബാബയെ കൂട്ടണം, എങ്കിൽ ബാബയുടെ സഹയോഗം നമുക്ക് സദാ കിട്ടിക്കൊണ്ടിരിക്കും. इसलिए ये यज्ञ में नियम बनाया हुआ है, जब भी मान लीजिए हम भी ऐसा करते हैं कि जब भी कोई प्रोग्राम करके आए, सबसे पहले कहाँ जाते हैं, बाबा के पास. कोई प्रोग्राम बाहर करने जाना है, सबसे पहले कहाँ जाते हैं, बाबा के पास. बाबा से छुट्टी लेकर प्लस बाबा को साथ लेकर, दोनों. ये नहीं कि बाबा से छुट्टी लेकर कि बाबा मैं जा रहा हूं, आऊंगा फिर वापस. नहीं, छुट्टी भी लेनी है और बाबा को क्या कहना है, चलो बाबा मेरे साथ चलो. तो इतना पावरफुल हमें अनुभव होगा दिन भर और हमारा पुरुषार्थ बिल्कुल सहज हो जाएगा. അതുകൊണ്ട് നമ്മുടെ യജ്ഞത്തിലൊരു നിയമം തന്നെയുണ്ട്. നമ്മൾ എവിടെന്നെങ്കിലും സേവനം കഴിഞ്ഞു വരികയാണെന്ന് വെച്ചോളൂ, ആദ്യം നേരെ എവിടെയാ പോകുന്നറിയോ,
ബാബയുടെ മുറിയിലോട്ട്, ബാബയുടെ അടുക്കൽ പോകുന്നു. ഇനി എവിടെയെങ്കിലും നമ്മൾ സേവനത്തിന് ഇറങ്ങുകയാണെന്ന് വെച്ചോളൂ, അപ്പോഴും നമ്മൾ നേരെ ആദ്യം പോയി കാണുന്നത് ബാബാ മുറിയിൽ ബാബയാണ്. അപ്പോൾ ബാബയോട് പോയിട്ട് നമ്മൾ ബാബയോട് പറയും, ബാബ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്, ബാബയും കൂടെ എന്ത് ചെയ്യണം, കൂടെ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ ദിവസം മുഴുവൻ ഇത് പ്രാക്ടീസ് ചെയ്യണം, ബാബ എൻ്റെ കൂടെ ഉണ്ട് എന്ന്. और बाबा को साथ रखने से क्या होगा, जैसे कोई साथ हमारे होता है तो हम बात करते हैं ना, उससे शेयर करते हैं सब कुछ, ये हुआ ऐसा हुआ, जो भी अलग अलग बातें हम करते हैं, ऐसे ही बाबा से भी हमें क्या करनी है, बातें करनी है. അതേപോലെ തന്നെ നമ്മൾ ബാബയെ കൂടെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ആരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരോട് എന്ത് ചെയ്യും, സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അത് നടന്നു, ഇത് നടന്നു. അപ്പൊ ഇതേപോലെ നമ്മളും ബാബയുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. जैसे मान लीजिए कोई आप पे गुस्सा कर रहा है, उस समय बाबा से पूछना है, बाबा क्या करना चाहिए, बहुत गुस्सा कर रहा है ये व्यक्ति. तो ഫോർ എക്സാമ്പിൾ പറയാണ്, നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ബാബയോട് ചോദിക്കണം, ബാബ ദാ ഇവർ ദേഷ്യപ്പെടുകയാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം ബാബയോട്. या कोई चीज हमारे अनुसार नहीं हो रही है ना, तो भी बाबा से बात करना कि बाबा ये मैं ऐसा चाहता हूँ, ऐसा नहीं हो रहा है, क्या करना चाहिए इस सिचुएशन में. ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വെച്ചോളൂ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് കൺഫ്യൂഷൻ വന്നു. അപ്പം നമ്മൾ ബാബയോട് ചോദിക്കണം, ബാബ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ നടക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഈ സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ബാബയോട് ചോദിക്കണം. तो बाबा से हमें आंसर्स मिलेंगे, है ना, बाबा हमारे गाइड के रूप में काम करेगा. അപ്പൊ ബാബയിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങും. ബാബ ഒരു ഗൈഡിനെ പോലെ നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. तो अभी इस सेशन के लिए इतना ही, आगे हम चर्चा करेंगे. लेकिन कर्मयोगी फरिश्ता जीवन की 3-4 डेफिनेशन हमने आज लिखी हैं. आपको जब बीच बीच में समय मिले आप उसको अलग पेज पे लिखना कि और क्या हो सकता है, हर्षित मुख चेहरा, शांत मन, ऐसे ही और भी काफी सारे आपको और भी मिलेंगे जब आप सोचेंगे. और B4 कैप्सूल को आराम से बाबा के पास बैठकर बाबा के साथ रिवाइज करना है उसको. पहला क्या था B4 कैप्सूल, അതായത് നമ്മൾ ഇന്നത്തെ ദിവസം കർമ്മയോഗി ഫരിസ്ത ജീവിതത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. बाबा B4 ക്യാപ്സ്യൂളിന്റെ പറഞ്ഞ ആദ്യത്തെ ഏതാ, बोलिए सभी, बाबा बैठा है. सेकंड, എല്ലാരും പറയണേ. രണ്ടാമത്തേത് ഏതാ, बाबा की जिम्मेवारी है, ബാബാ की जिम्मेवारी है. बाबा की जिम्मेवारी है. थर्ड, മൂന്നാമത്തേത് बाबा संभालेगा, ബാബാ സംഭാലേഗ. എല്ലാരും പറഞ്ഞേ. फोर्थ, बाबा मेरे साथ है. इसको बार बार अनुभव करना है. जब भी मन अशांत हो आप कुछ और प्रैक्टिस मत करिए, सिर्फ ये करना शुरू करिए. आप देखेंगे आपकी स्थिति, जैसे वो कैप्सूल लेते हैं ना एकदम से सही हो जाता है, वो तो उसके साइड इफेक्ट्स बहुत ज्यादा हैं, बट इस स्पिरिचुअल कैप्सूल के कोई भी साइड इफेक्ट्स नहीं है. അതായത് നിങ്ങളുടെ മനസ്സ് എപ്പോഴും അശാന്തമായി കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ 4 കാര്യങ്ങൾ ഓർമ്മിച്ചാൽ മതി. കാരണം ഇത് സ്പിരിച്വൽ ക്യാപ്സ്യൂളാണ്. സാധാരണ മരുന്ന് കഴിച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, പക്ഷേ ഈ സ്പിരിച്വൽ ക്യാപ്സ്യൂൾ കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഇല്ല, നമ്മുടെ സ്ഥിതി ഉടനെ തന്നെ നേരെയാകും. अभी हम 3 मिनट के लिए मेडिटेट करते हैं. നമ്മൾ 3 മിനിറ്റത്തേക്ക് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. കമന്ററി ദ്വാര കമന്ററി തരും, അതിനനുസരിച്ച് മെഡിറ്റേഷൻ ചെയ്യാം. എല്ലാവരും ബുക്കെല്ലാം താഴെ വെച്ച് നല്ല നിവർന്ന് നേരെ ഇരിക്കണം. ബുക്സ് കയ്യിലൊന്നും ഒരു സാധനവും വെക്കരുത്, ഫ്രീ ആയിട്ടിരിക്കണം. चारों तरफ से अपना ध्यान हटा लें. 4 ഭാഗത്തു നിന്നും തന്റെ ശ്രദ്ധയെ ഉൾവലിക്കൂ. पूरा ध्यान मस्तक के मध्य, മസ്തക മധ്യത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. मैं आत्मा चमक रही हूँ. ഞാൻ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ്. मस्तक सिंहासन पर विराजमान. ഞാൻ മസ്തക സിംഹാസനത്തിലിരിക്കുകയാണ്. मैं आत्मा मन की मालिक हूँ. ഞാൻ ആത്മാവ് മനസ്സിന്റെ അധികാരിയാണ്.
देखें अपने चमकते हुए स्वरूप को। തൻ്റെ തിളങ്ങുന്ന സ്വരൂപത്തിനെ കാണൂ. मैं प्रकाश हूँ. ഞാൻ പ്രകാശമാണ്. बाबा मेरे साथ है. ബാബ എൻ്റെ ഒപ്പമുണ്ട്. विजुलाइज करें, निराकार बाबा की किरणों के नीचे मैं आत्मा स्नान कर रही हूँ. നന്നായി വിഷ്വലൈസ് ചെയ്യൂ. ബാബയുടെ കിരണങ്ങൾക്ക് താഴെയായി ആത്മാവാകുന്ന ഞാൻ സ്നാനം ചെയ്യുകയാണ്. कोई भी परिस्थिति मुझे डिस्टर्ब नहीं कर सकती. ഒരു പ്രശ്നങ്ങൾക്കും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കില്ല. मैं सर्वशक्तिवान की संतान, मास्टर सर्वशक्तिवान हूँ. ഞാൻ സർവശക്തിവാന്റെ സന്താനം, മാസ്റ്റർ സർവശക്തിവാനാണ്. ओम शांति. ഓം ശാന്തി. अभी सब एक दूसरे को देखेंगे मस्तक में. പരസ്പരം മസ്തക മധ്യത്തിലേക്ക് खड़े हो जाएंगे अपने എല്ലാവരും स्थान എഴുന്നേറ്റ് पर. നിൽക്കുക. अपने स्थान पर खड़े होकर അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. एक दूसरे को देखेंगे मस्तक में. മസ്തക മധ്യത്തിലായി നോക്കുക. പുറകിലേക്ക് നോക്കുക നിങ്ങൾക്ക് ഫ്രണ്ടിലില്ല എങ്കിൽ. ഇരുപുരികങ്ങളുടെ മധ്യത്തിലായി ആത്മാവിനെ കാണുക. चमकते हुए सितारे को देखिए. തിളങ്ങുന്ന നക്ഷത്രത്തിനെ കാണുക. उन्हें ब्लेसिंग दें. आप एक पवित्र आत्मा है. അവർക്കൊരു വരദാനം കൊടുക്കുക. നിങ്ങളൊരു പവിത്ര ആത്മാവാണ്. ओम शांति. ഓം ശാന്തി. ओम शांति. ओम शांति. थोड़ा मुस्कुरा कर बोलेंगे सभी. എല്ലാവരും ओम ചിരിച്ചുകൊണ്ട് പറഞ്ഞേ. शांति. पहले हम थोड़ी सी देर मेडिटेट करेंगे और फिर हम चर्चा को आगे बढ़ाएंगे. ആദ്യം നമുക്ക് കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ ചർച്ച പുനരാരംഭിക്കാം. और जब भी हम योग में बैठें, सबसे पहली चीज हमारा जो चेहरा है वो कैसा होना चाहिए? खुशनुमा चेहरा होना चाहिए. നമ്മൾ യോഗം ചെയ്യാനിരിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മുഖം നല്ല പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്നതായിരിക്കണം. आंखें हमारी क्या होनी चाहिए? बंद या खुली हुई? കണ്ണ് തുറന്നിരിക്കണോ അടച്ചിരിക്കണോ? योग में बैठे हुए आंखें बंद होनी चाहिए, കണ്ണ് അടച്ചിരിക്കണോ തുറന്നിരിക്കണോ? है ना? खुली हुई होनी चाहिए. തുറന്നിരിക്കുന്ന കണ്ണുകളായിരിക്കണം. बीच में आपको लगता है कि विजुअलाइज करने में थोड़ा मुश्किल हो रहा है,
कोई बात नहीं, 2 मिनट 3 मिनट आप कर सकते हैं, लेकिन फिर जरूर आंखें खोलें, क्योंकि अगर आंखें बंद रहेंगी तो कहाँ पहुंच जाएंगे हम? നമുക്ക് ഇടയിൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ നമുക്ക് കണ്ണടയ്ക്കാം, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ കണ്ണ് തുറക്കണം. അല്ല നമ്മൾ കണ്ണടച്ച് തന്നെ മുന്നോട്ട് പോവാണെങ്കിൽ പിന്നെ നമ്മൾ എവിടെ എത്തും? क्योंकि परमधाम से भी ऊपर एक लोक है ना. പരംധാമത്തിന്റെ മുകളിൽ ഒരു ലോകം ഉണ്ടല്ലോ. कौन सा लोक है वो? അതേതാ? जहाँ सबसे ज्यादा सुख मिलता है. ഏറ്റവും കൂടുതൽ നമുക്ക് സുഖം കിട്ടുന്ന ഒരു ലോകം निद्रा लोक. ഏതാ? നിദ്രാലോകം. कई बार ऐसा होता है, योग करता है कोई, नींद करता है पूरी, बाहर आता है, कहते हैं आज जो आनंद मिला ना, सुख मिला जो आत्मा को, वो कभी नहीं मिला. ചില ആളുകൾ ചില ദിവസങ്ങളിൽ യോഗത്തിന്റെ ഇടയിലിരുന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പറയും, ഇന്ന് യോഗം ചെയ്തപ്പോൾ കിട്ടിയ പോലെ ആനന്ദം മുമ്പ് എപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറയും. बहुत साल पहले की रियल बात है ये. एक बहन कमेंट्री करा रहे थे, तो उन्होंने कहा, मैं आत्मा मस्तक से निकलकर सूरज चांद सितारों से पार, परम धाम से भी पार. वो तो नए बहन थे, लेकिन परम धाम से भी पार. जगदीश भाई जी कई बार क्लासेस में बोलते थे ये, कि कई बार परम धाम से भी पार चले जाते हैं, कुछ निद्रा लोक में चले जाते हैं. ഒരിക്കലും ഇതൊരു നടന്ന കാര്യമാണ്. ഒരു സിസ്റ്റർ കമന്ററി പറയുന്ന സമയത്ത്, ഞാൻ ആത്മാവ് മസ്തകത്തിൽ നിന്ന് ഇറങ്ങി സൂര്യചന്ദ്രൻ നക്ഷത്രങ്ങൾ മുകളിൽ പരംധാമത്തിന് മുകളിൽ എന്ന് പറഞ്ഞു പോയി കമന്ററിയിൽ. ശരിക്കും പറഞ്ഞതാണ്. നമ്മുടെ ജഗദീഷ് ഭായിയുടെ ഒരു ക്ലാസ്സിലും പറയുന്നുണ്ട്, പരംധാമത്തിന് മുകളിലാണ് ആളുകൾ എവിടെ പോകുന്നത്? നിദ്രാലോകത്തിലേക്ക് പോകുന്നത് എന്നും. तो बीच बीच में ठीक है, आंखें बंद कर सकते हैं. बीच में ऐसा लगे कि मन भटक रहा है बहुत, किया, लेकिन फिर क्या करना है? फिर से आंखें खोलनी है और स्ट्रेट होकर. और जब भी योग में हम बैठे, चेहरे पर हमारे क्या होनी चाहिए? स्माइल, हर्षित मुख चेहरा. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് കണക്ഷൻ കിട്ടണില്ല എന്ന് തോന്നണേ കണ്ണൊന്ന് അടയ്ക്കാം. പക്ഷെ വീണ്ടും നമ്മൾ കണ്ണ് തുറന്നിരിക്കണം, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. പിന്നെ അതേപോലെ യോഗം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുഖം എങ്ങനെയായിരിക്കണം? നല്ല സ്മൈലിംഗ് ഫേസ് ആയിരിക്കണം, ഹർഷിത മുഖത. बीच में जब हम ज्ञान सरोवर में थे, तो बीच में जब नुमा शाम का समय होता था, तो बहुत बार चांस मिलता था. दादी जानकी जहाँ बैठते थे, तो वहां पर सिर्फ 5 लोग बैठे हैं, 6 कुमार या 10 कुमार बैठे हैं. तो 2-3 बार ऐसा हुआ कि बीच में दादी जी ने रोका, कहा वाइट लाइट करो. और फिर मान लो कोई भाई थोड़ा सा अगर खुश नहीं बैठा है ना, तो उसको दादी ने कहा, क्या हुआ, ये ऐसे क्यों बैठा है, थोड़ा मुस्कुरा कर बैठो. हमारा योग जो है, दादी ने कहा, हठ योग नहीं है, हमारा योग खुश रहने का योग है. അതായത് ജ്ഞാൻ സരോവറിൽ ഒരിക്കൽ നടന്ന കാര്യമാണ്. കുറേ നാൾ ജ്ഞാൻ സരോവറിൽ ഇങ്ങനെ യോഗം ചെയ്യാനിരിക്കുമ്പോൾ സാധാരണ കുമാരന്മാരെയൊക്കെ ദാദി കൂടെ ഇരുത്താറുണ്ട്. ജാനകി ദാദി ഉള്ളപ്പോൾ ഉള്ള സമയത്തെ കഥയാണ്. അപ്പം ആ സമയത്ത് ഒരിക്കലും ഇങ്ങനെ യോഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദാദി എല്ലാവരെയും തടഞ്ഞിട്ട് വൈറ്റ് ലൈറ്റ് ഇടാൻ പറഞ്ഞു. വൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഒരു ഭായിയോട് ചോദിച്ചു, മുഖം എന്താ ഇത്രയ്ക്ക് വാടിയിരിക്കുന്നതെന്ന്. എന്നിട്ട് ദാദി പറഞ്ഞു, നമ്മൾ ആരും ചെയ്യുന്നത് ഹഠയോഗമല്ല, അതുകൊണ്ട് നമ്മൾ യോഗത്തിനിരിക്കുമ്പോൾ നമ്മുടെ മുഖം സദാ എങ്ങനെ ഇരിക്കണം? നല്ല സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കണം മുഖം. എല്ലാവരും അങ്ങനെ ഇരുന്നേ. चलो अभी हम थोड़ी देर मेडिटेट करेंगे. കുറച്ചു നേരം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. पूरा ध्यान खुद पर ले आए. പൂർണ്ണമായിട്ടും ശ്രദ്ധ മാറ്റുക.